ജിൻഡോയ്ക്കെതിരെ വീണ്ടും പരാതി കൊടുത്തത് റസ്മിനാണ്. കാലത്തെ മോർണിംഗ് ടാസ്കുമായി ബന്ധപ്പെട്ട് പിന്നീട് വിഷയങ്ങൾ മാറിമറിയുകയായിരുന്നു. പരാതി മറ്റൊന്നുമല്ല, റസ്മിൻ പനിയായിട്ട് 2 ദിവസം ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു. ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം റസ്മിൻ പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞു എന്നുള്ള രീതിയിൽ ജിൻഡോ പലതവണയായി സംസാരിക്കുന്നു. അത് നിർത്തണം എന്നുള്ളതായിരുന്നു റസ്മിന്റെ പരാതി. അവര് മിനി കോർട്ടൊക്കെ തയ്യാറാക്കി പവർ ടീം എല്ലാവരുടെ ചോദ്യങ്ങൾ ചോദിച്ചു. ആ സമയത്ത് അവിടെ റസ്മിൻ പറഞ്ഞു, എനിക്ക് ഇത്രയാണ് പറയാനുള്ളൂ. 2 ദിവസമായിട്ട് ഞാൻ പുറത്തേക്ക് പോയിട്ടുണ്ട്. എന്നെ ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സ് ആണ് കൊണ്ടുപോയത്. അവർക്കറിയാം എന്നെ എങ്ങനെ കൊണ്ടുപോകണം, എന്നെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. എനിക്ക് പുറത്തുള്ള വിവരങ്ങൾ ഒരുത്തിൽ നിന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഈ പുറത്തെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു എന്ന മട്ടിൽ ഇവിടെ പലരോടായി സംസാരിക്കുന്നു. അതിനെ സാക്ഷി എന്ന് പറയുന്നത് അർജുനാണ്. അർജുന്റെ അടുത്തും അങ്ങനെ സംസാരിച്ചിരുന്നു. അതുകൊണ്ട് ഇതിനുള്ള റിയാക്ഷൻ ബിഗ് ബോസ് ടീം തന്നെ എടുക്കണം എന്നായിരുന്നു അവിടെ റസ്മിൻ പറഞ്ഞത്. ഇത് ബിഗ് ബോസിന്റെ ടീം അംഗങ്ങളിലേക്ക്, ബിഗ് ബോസിന്റെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു. ഈ വീട്ടിലുള്ളവരോട് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. പലരും പറഞ്ഞു ജിൻഡോ പറയുന്നത് നമുക്കിപ്പോൾ എതിർക്കാനായിട്ട് പറ്റില്ല, അത് ജിൻഡോയുടെ ഇമാജിനേഷനാണ്. അവിടെ റസ്മിൻ പുറത്തു പോയ സമയത്ത് പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞു എന്നുള്ളത്. റസ്മിൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് റസ്മിന്റെ കാര്യമാണ്. റസ്മിൻ അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് അവിടെ ബാക്കിയുള്ള മെമ്പേഴ്സ് പറഞ്ഞ കാര്യം. ഇനി ഇതിനെ ഫർദർ ആയിട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ടീം വേണം എടുക്കാനായിട്ട് എന്നാണ് അവിടെ എടുത്ത തീരുമാനം എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ നമുക്കും പറയാനായിട്ട് സാധിക്കുള്ളൂ. റസ്മിൻ പുറത്തെ വിവരങ്ങൾ അറിഞ്ഞോ ഇല്ലയോ എന്ന് ഉറപ്പ് പറയാൻ നമുക്ക് കഴിയില്ല. അവിടെ ക്രൂ മെമ്പേഴ്സ് കൊണ്ടുപോയി അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ് അവർ നോക്കുന്നത്. ഇനി പുറത്തെ കാര്യങ്ങൾ അറിയാനുള്ള എന്തെങ്കിലും ഒരു ഇത് വെച്ച് അറിഞ്ഞിട്ടുണ്ടോ റസ്മിൻ എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കുന്ന കാര്യമല്ല. അപ്പൊ അതിനെതിരെ തക്കതായ ശിക്ഷ കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ വാണിംഗ് കൊടുക്കേണ്ടതോ ബിഗ് ബോസ് ആണ്. ജിൻഡോ അങ്ങനെ വീണ്ടും പറയുന്നുണ്ടെങ്കിൽ ബിഗ് ബോസിനെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പൊ ബിഗ് ബോസിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് അത് ചോദ്യം ചെയ്യട്ടെ. അല്ലെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ ജിൻഡോന്റെ അടുത്ത് ചോദിക്കട്ടെ, ജിൻഡോയ്ക്ക് തോന്നുന്നുണ്ടോ പുറത്തുള്ള വിവരങ്ങൾ അവിടെ റസ്മിൻ അറിഞ്ഞു എന്നുള്ളത് ജിൻഡോയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കട്ടെ ലാലേട്ടൻ. അത്ര തന്നെ നമുക്കും ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്തായാലും ജിൻഡോ മോർണിംഗ് ടാസ്കിൽ അങ്ങനെ ഒരു അർത്ഥത്തിൽ തന്നെയാണ് അവിടെ പറഞ്ഞത്. റസ്മിൻ പുറത്തെ വിവരങ്ങൾ അറിഞ്ഞു എന്നുള്ള മട്ടിൽ തന്നെയാണ് മോർണിംഗ് ടാസ്കിൽ പറഞ്ഞത്. പുറത്തുള്ള വിവരങ്ങൾ അറിഞ്ഞ മട്ടിൽ അവിടെ ലെറ്റർ എഴുതി ബാത്റൂമിൽ കൊണ്ടുവച്ചു. അർജുന്റെയും ശ്രീതുടെയും കോംബോ പുറത്ത് ഭയങ്കര ഹിറ്റാണ്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ എന്നും ജബ്രി കോംബോ വളരെ മോശമാണ്, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോളൂ എന്നും ലെറ്ററിൽ എഴുതി വെച്ചു എന്നുള്ള തരത്തിലാണ് ജിൻഡോ പറഞ്ഞത്. പക്ഷെ ജിൻഡോയ്ക്ക് ഇവിടെ വാദിക്കാം, ഞാൻ കള്ളമാണ് പറഞ്ഞത്, കള്ളം പറയുക എന്നുള്ളതാണ് ബിഗ് ബോസ് നൽകിയ ടാസ്ക് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കള്ളമാണ് എന്ന് പറയാം. പക്ഷേ അതിനുശേഷവും ജിൻഡോ പലരോടും ഈ കാര്യം പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ, അവിടെ ലെറ്റർ എഴുതാറുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അത് ബിഗ് ബോസ് ടീം തന്നെ ചോദ്യം ചെയ്യേണ്ട കാര്യമാണ്. എന്തായാലും ജിൻഡോയുടേതായ ഗെയിം അവിടെ കളിച്ചു. നല്ലൊരു ഗെയിം തന്നെയായിരുന്നു. എല്ലാവർക്കും അറിയാം ജിൻഡോ അത് ഗെയിം കളിച്ചതാണെന്ന്. പക്ഷേ വളരെ ചീപ്പ് ഗെയിം എന്നൊക്കെ അപ്സര അവിടെ പറയുന്നുണ്ടായിരുന്നു. അപ്സര പേപ്പർ ചോദിച്ചു എന്നൊരു കാര്യം അവിടെ ജിൻഡോ എടുത്തിട്ടു. ജിൻഡോയ്ക്ക് വന്ന സമ്മാനത്തിൽ ഒരു 2 പേപ്പർ ഉണ്ടായിരുന്നു. ആ പേപ്പർ അപ്സര ചോദിച്ചത് എന്തിനെ, അപ്സരയ്ക്ക് എഴുതാനാണെന്ന് അപ്സര പറഞ്ഞില്ലേ എന്നൊരു ചോദ്യം അവിടെ അപ്സരയുടെ അടുത്തും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ജിൻഡോ കളിച്ചത് ഒരു ഗെയിം ആണെന്ന് വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലായി. അത് റസ്മിനെതിരെയുള്ള ഗെയിം ആയിരുന്നു എന്നുള്ളതും എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. പക്ഷേ അത് ഏത് തരത്തിൽ ഇതിനെ പുറത്തേക്ക് കൊടുക്കണം എന്നുള്ളത് ബിഗ് ബോസ് ടീമിന് തീരുമാനിക്കേണ്ട കാര്യമാണ്. അവർ പുറത്തേക്ക് ഒരു മത്സരാർത്ഥിയെ കൊണ്ടുപോയപ്പോൾ പുറത്തുള്ള വിവരങ്ങൾ ചോർത്തി കൊടുത്തുവോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തുവോ എന്നുള്ളതൊക്കെ ബിഗ് ബോസ് ടീം തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. ജിൻഡോയുടെ അടുത്ത് ചോദിക്കണോ വേണ്ടയോ എന്നുള്ളത്. ജിൻഡോയ്ക്ക് ഇമാജിനേഷൻസ് ആവാം. ജിൻഡോ ഇമാജിൻ ചെയ്യാലോ അറിഞ്ഞു എന്നുള്ളത്. അതുകൊണ്ട് ജിൻഡോയോടെ കുറ്റം പറയാനും നിവൃത്തിയില്ല.